സാമ്പത്തിക സംരക്ഷണം സുരക്ഷിതത്വം ചേർന്ന് പൊതുജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. നമുക്കറിയാം, നമുക്ക് ഏറ്റവും അതിതീവ്ര സ്വഭാവമുള്ള രോഗികളാണ് ഇവിടെ എത്തുന്നത്. മിക്കവരും 270-ലധികം ICU കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 270-ലധികം അതിതീവ്ര സ്വഭാവമുള്ള പരിചരണ ചുമതലയുള്ള രോഗികളിവിടെ എത്തുന്നു എന്നാണ്. അവർക്ക് വേണ്ടി നമ്മൾ ധാരാളം കാര്യങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിതീവ്ര സ്വഭാവമുള്ള ചികിത്സാ സംവിധാനങ്ങൾ സാധാരണ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ പുതിയ നവലോകത്ത് വളരെ സാമ്പത്തിക ചിലവുള്ള കാര്യമാണ്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ 2 കാത്ത് ലാബാണ് ഉള്ളത്. നമുക്കറിയാം, പഴയ കാത്ത് ലാബും പുതിയ കാത്ത് ലാബും ഉണ്ട്. 20-ലധികം പ്രൊസീജിയേഴ്സ് പ്രതിദിനം ആൻജിയോപ്ലാസ്റ്റി പോലുള്ള നൂതന പ്രൊസീജിയർ പ്രതിദിനം നടക്കുന്ന ആശുപത്രിയാണ്. 24 മണിക്കൂർ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നതാണ്. ഓപ്പൺ ഹാർട്ട് സർജറി 20ഓളം സർജറികൾ പ്രതിമാസം നടക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പഠനം പുറത്തുവിട്ടിരുന്നു. 1700ഓളം ലാപ്രോസ്കോപ്പി സർജറി, ക്യാൻസർ, ഓങ്കോ സർജറി, ക്യാൻസർ അനുബന്ധമായിട്ടുള്ള സർജറികൾ നടത്തപ്പെട്ട ആശുപത്രിയാണ്. അപ്പോൾ ആ 1700ഓളം സർജറികൾ നടന്നു എന്ന് പറഞ്ഞാൽ ആ 1700 കുടുംബങ്ങൾക്കൊരു വലിയ താങ്ങായിരുന്നു ഈ ആശുപത്രി. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ സംവിധാനം നിലനിൽക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും നമുക്ക് ആവശ്യമാണ്. പരാതികൾ നമുക്ക് മാറ്റിവെച്ചിട്ട് അതിൻ്റെതായ വഴിക്ക് വിട്ടിട്ട് ആശുപത്രിയെ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആശുപത്രി ജീവനക്കാരുടെ കഠിന പരിശ്രമം കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത്. നമുക്ക് ഇടമുറിയാതെ 4 നേരം ഭക്ഷണം നൽകുന്ന സംവിധാനമുണ്ട്. നമുക്ക് വരുന്ന രോഗികൾക്ക് പരിമിതമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വിപുലീകരിച്ച് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് വിപുലീകരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു രോഗി കസ്റ്റമൈസ് ചെയ്ത് പേഷ്യൻസിനെ കാണുന്ന രീതി വരെ ഇവിടെ അനുവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനം നിലനിർത്തേണ്ടത്, ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് ഈ പ്രദേശത്തുള്ള എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട പോലുള്ള സമീപ ജില്ലകളിൽ നിന്നുള്ള രോഗികളുടെ തന്നെ ടെർഷറി കെയറിലെ ആശ്രയ കേന്ദ്രം പോലെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആശുപത്രി നിലനിൽക്കണം, വിജയിക്കണം. അത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിലേക്ക് വേണ്ടിയുള്ള ഒത്തുചേരലാണ് അഭികാമ്യം. എല്ലാവരെയും എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്.